Welcome to Isha's Kitchen. ഇനി വന്നിട്ടത് ചിക്കൻ ടിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് നന്നായി കൈകൊണ്ടൊന്ന് അതിൻ്റെ മേലെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ഈ സമയത്ത് ഉപ്പ് ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് മാരിനേഷനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് നമ്മളിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, തൈര് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒലീവ് ഓയിൽ 4 ടേബിൾ സ്പൂണ്, പിന്നെ കടുകിൻ്റെ പരിപ്പ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, പിന്നെ കസൂരി മേത്തി 2 ടേബിൾ സ്പൂണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിൻ്റെ എരിവിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം തൈര് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് ലൈം ജ്യൂസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ അതിൻ്റെ മേലെ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഈ മസാല പുരട്ടിയ ചിക്കന് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. കൂടുതൽ സമയം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കന്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. മസാല പറ്റിയ ചിക്കന് ഞാനൊരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഞാനിവിടെ പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ വെക്കാൻ. നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഫ്ലെയിം കുറയ്ക്കാൻ. ലോ ഫ്ലെയിമിലാവുമ്പോൾ ചിക്കനിലത്തെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മൾ ചിക്കൻ ആ ഒരു ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മറ്റേ സൈഡും കൂടി തിരിച്ചിട്ടിട്ട് പിന്നെ ഫ്ലെയിം കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് 2 മിനിറ്റ് വെച്ച് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം തിരിച്ച് നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിടുന്ന സമയത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നമുക്ക് കുക്കായി കിട്ടും. ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മറ്റേ സൈഡും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ ടിക്കൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മാഷ്ഡ് പൊട്ടറ്റോ ആണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ചിക്കൻ ടിക്കയും മാഷ്ഡ് പൊട്ടറ്റോയും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.
അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.